പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ പറയാറുണ്ട്, നമുക്ക് യേശുനാമം വിളിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാമെന്ന്. എങ്ങനെയാണ് യേശുനാമം വിളിക്കുന്നത് പാപങ്ങൾക്ക് പരിഹാരമാകുന്നത്? ഈശോയെ എന്ന് വിളിച്ചാൽ നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമാകുമോ? ആകും. ഓക്കെ, എങ്ങനെയാണ് അതാകുന്നത്? അതാകുന്നതിൻ്റെ ഒരു ആത്മീയ ശാസ്ത്ര, ഒരു സ്പിരിച്വാലിറ്റി ഇതാണ്. എന്താണ് നമ്മുടെ പാപം? ദൈവത്തിൽ നിന്ന് അകന്നു പോയതാണ് നമ്മുടെ പാപം. അല്ലെങ്കിൽ ഈശോ പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക. അത് ചെയ്യാതിരുന്നതാണ് നമ്മുടെ പാപം. ദൈവത്തിൽ നിന്ന് അകന്നു പോയതാണ്, ദൈവത്തെ സ്നേഹിക്കാതിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അകന്നുപോയ നമ്മൾ അടുത്തു വരികയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതായത് ഈ വചനം പറയുന്നു, നിങ്ങൾ കർത്താവിനോട് അടുത്തു വരുവിൻ, അവിടെ നിന്ന് നിങ്ങളോടും അടുത്തു വരും. ധൂർത്തപുത്രന്റെ പ്രധാനപ്പെട്ട പാപം എന്തായിരുന്നു? അവൻ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മൾ ഈശോയെ ഓർക്കാതിരുന്നു, അല്ലെങ്കിൽ ഈശോയിൽ നിന്ന് അകന്നുപോയി. അകന്നുപോയതിന് പകരം എന്താണ്? അകന്നുപോയതിന്റെ പരിഹാരം എന്താണ്? അടുത്തു വരിക എന്നുള്ള. ഹല്ലേലൂയ. ഇനി സ്നേഹിക്കാതിരുന്നതിന്റെ പരിഹാരം എന്താണ്? സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സാന്നിധ്യമാണ് അകന്നുപോയത്. അപ്പോ ഈശോയുടെ സാന്നിധ്യത്തിന് പകരമായി നമ്മുടെ സാന്നിധ്യം കൊടുക്കുകയാണ്. ഈശോയുടെ സ്നേഹത്തിന് പകരമായി നമ്മുടെ സ്നേഹം കൊടുക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈശോയെ ഏറ്റുപറയാതിരിക്കുന്ന പാപം, വിശ്വസിക്കാതിരിക്കുന്നത് ഒരു വലിയ പാപമാണ്. അപ്പോൾ ഏറ്റുപറയാതിരുന്നതിന് പരിഹാരം എന്താണ്? ഏറ്റുപറയുക എന്നുള്ളതാണ്. ഏറ്റുപറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഈശോയെ എന്ന് വിളിക്കുക. ഇനി അപ്പോൾ ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ട്, ഇനി പരസ്നേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പാപങ്ങളുണ്ട്. ആ പാപം എങ്ങനെയാണ് ഈശോയെ എന്ന് വിളിക്കുന്നത് വഴി പരിഹരിക്കപ്പെടുന്നത്? അതായത് ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ആ വ്യക്തിയുടെ കൽപ്പനകൾ കൂടെ, ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത്, ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ, പദ്ധതികൾ കൂടെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഈശോയെ എന്ന് വിളിക്കുന്നത് കേവലം വെറുതെ ഒരു സ്നേഹപ്രകടനമല്ല. ഈശോയുടെ കൽപ്പന എന്താണ്? നിന്നെ പോലെ നിന്റെ അയൽക്കാരൻ സ്നേഹിക്കുക. അപ്പോൾ നമ്മൾ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഏറ്റുപറയുകയാണ്. എന്താണത്? ഞാൻ നീ പറയുന്നത് പോലെ ജീവിച്ചു കൊള്ളാം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈശോയെ എന്ന് വിളിക്കുന്നത് പാപപരിഹാരമാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഒന്ന്, നമ്മൾ ദൈവസ്നേഹവുമായി റെക്കൺസൈൽ ചെയ്യുന്നു. രണ്ട്, ദൈവത്തിന്റെ ആ കൽപ്പന, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്ന കൽപ്പനയുമായി നമ്മൾ ഹൃദയം ചേർത്ത് വയ്ക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ദൈവസ്നേഹത്തിനെതിരെയും പരസ്നേഹത്തിനെതിരെയും ചെയ്തു പോയ പാപങ്ങൾക്ക് ഈശോയെ എന്ന് വിളിക്കുമ്പോൾ പരിഹാരമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ വാഗ്ദാനം ചെയ്തതുപോലെ നീ കർത്താവിന്റെ തിരുമുഖത്തെ യേശുനാമം വിളിച്ചു വണങ്ങുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ, നമ്മുടെ പാപം മൂലം നഷ്ടപ്പെട്ടു പോയ ദൈവീക ഛായയും സാദൃശ്യവും തിരികെ ലഭിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് എന്ത് തിരികെ ലഭിക്കുന്നു? നഷ്ടപ്പെട്ടു പോയ ദൈവീക ഛായയും സാദൃശ്യവും തിരികെ ലഭിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കണ്ണുകൾ അടക്കാം. ഇന്ന് 1-ാം വെള്ളിയാഴ്ചയാണ്. ഈശോയുടെ തിരുഹൃദയ ഭക്തി പ്രത്യേകമായി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തെ നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം. ഈശോയ്ക്ക് നമ്മളോടുള്ള കരുണയാണ് അവിടുത്തെ തിരുഹൃദയത്തിലൂടെ കത്തിജ്വലിക്കുന്ന, കുരിശ് നാട്ടിയിരിക്കുന്ന, മുൾമുടി ധരിച്ചിരിക്കുന്ന, കുത്തിപ്പിളർന്നിരിക്കുന്ന തിരുഹൃദയത്തിലൂടെ വെളിപ്പെടുത്തുന്നത്.
നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനോട് വളരെ അല്പം മാത്രം നമ്മൾ പ്രതിനന്ദി കാണിച്ചിട്ടുണ്ട്. അതിനെ ഓർത്ത് അനുതപിക്കാം. വേണ്ട വിധത്തിൽ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് അനുതപിച്ച് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ.